ഹായ്, ഹരിയാണ് സംസാരിക്കുന്നത്. പ്രോ റെയിലോട്ട് എല്ലാവർക്കും 2025 12 മാസം ആഗസ്റ്റിലെ റോഡ് സ്റ്റണ്ട് ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവന്റ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറച്ചുകൂടി ഫണ്ണായിട്ട് തോന്നി. അതായത് ക്ലാസിക് ലെജൻസിന് വേണ്ടി ലളിത് എന്ന് പറഞ്ഞൊരു വ്യക്തി അതിന്റെ ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുകയാണ്. പ്ലാന്റിന്റെ ക്വാളിറ്റി, മോട്ടോർ ക്വാളിറ്റിയെ പറ്റിയല്ല. സാധാരണ ഇങ്ങനെയുള്ള മോട്ടോർ സൈക്കിൾ ലൈവ് ഇവന്റ് ഒക്കെ കാണുമ്പോൾ മോട്ടോർ സൈക്കിളിനെ പറ്റി, കമ്പനിയുടെ സെയില് കാര്യങ്ങളെ പറ്റിയൊക്കെ കമ്പനിക്കാർ സംസാരിക്കാറുണ്ട്. ഈ പറഞ്ഞതിന്നല്ല നേരെ വീഡിയോ പ്ലാന്റിന്റെ ക്വാളിറ്റി, പ്ലാന്റിൽ നിന്ന് ഇറങ്ങുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ പറ്റിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇതിലൂടെ എന്ത് മെസ്സേജാണ് ക്ലാസിക് ലെജൻസ് തങ്ങളുടെ കസ്റ്റമേഴ്സിന് നൽകാൻ പോകുന്നത്? അതായത് തങ്ങൾ ഇതിനു മുമ്പ് ഇറക്കിയ പ്രോഡക്റ്റുകൾക്കെല്ലാം ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് കമ്പനി അംഗീകരിക്കുന്ന രീതിയിലാണ് ഈ പറയുന്നത്. അവരുടെ എൽഡൻ ബ്രദറായ മഹീന്ദ്ര കാർസിൽ നിന്നും, അതായത് മഹീന്ദ്ര കാറിന്റെ ക്വാളിറ്റിയിലാണ് അവരുടെ പുതിയ പ്രോഡക്റ്റ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അവരുടെ ബ്രദേഴ്സ് ആയ മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് പല കാര്യങ്ങളും ഇവർ ലേൺ ചെയ്ത് പഠിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം ഒന്നും പഠിക്കാതെയും ഒന്നും അറിയാതെയായിരുന്നു കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും അവര് പുതിയ പ്രോഡക്റ്റുകൾക്ക് കാറ് പോലത്തെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അവർ വരുത്തിയിട്ടുണ്ട്. അവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി 100 കോടിയാണ് കമ്പനി മുടക്കിയിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിലവിൽ മാർക്കറ്റിലുള്ള നിങ്ങളുടെ മോഡലുകളൊക്കെ ക്വാളിറ്റി കുറഞ്ഞ മോഡലുകളാണ്. ആ 100 കോടി മുടക്കിയതിന്റെ ഉത്തരം ഇവിടെ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നും പറയുന്നു. ഇതിലൂടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളാണ് തങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നതെന്ന് കൂടി പറഞ്ഞു. ടെസ്റ്റായി നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് നൽകും. ഇതിനായി 100-ൽ പരം ചേഞ്ചുകളാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ പ്ലാന്റിൽ വരുത്തിയിരിക്കുന്നത്. മോട്ടോർ സൈക്കിൾ വെഹിക്കിൾ അസംബ്ലി ലൈനിൽ ഇത്രയും ചേഞ്ചുകളാണ് ഞങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഒരു ക്ലീനിങ് മെഷീൻ കൊണ്ടുവന്നതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഈ മാറ്റം ക്ലീനിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എഞ്ചിൻ അസംബ്ലി, പെയിന്റിങ്, വെഹിക്കിൾ അസംബ്ലി ഇവയെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പുള്ളി പറഞ്ഞ അതിൽ ഒന്നാമത്തെ കാര്യം ക്ലീനിങ് മെഷീനാണ്. ഡസ്റ്റ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല, എഞ്ചിൻ പാർട്സിൽ വരെ പൊടിയിരുന്ന അറിയാനും സാധിക്കും, അത് ക്ലീൻ ചെയ്യാനും സാധിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പൊടിയോ അഴുക്കോ വീഴാതെ എഞ്ചിൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് അവർ നിർമ്മിക്കുന്നത്. ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് എഞ്ചിൻ നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ എഞ്ചിൻ കൂടുതൽ കാലം വീട് നിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്റെ ചോദ്യം ഇത്രയുള്ളൂ, ഇത്രയും നാളും പൊടിയും അഴുക്കും നിറഞ്ഞ എഞ്ചിനുകളായിരുന്നു അവർ നിർമ്മിച്ചിരുന്നത്. ഇതിന് മുന്നത്തെ മോഡലുകളൊക്കെ ഇത്രയും ക്വാളിറ്റിയോടും സൂക്ഷ്മതയോടും ഇത്രയും ക്വാളിറ്റി ചെക്കോടുകൂടി ഇല്ലാതെയാണോ നിങ്ങൾ നിർമ്മിച്ചത്? ചുരുക്കത്തിൽ നിങ്ങൾ പറഞ്ഞു തന്നെ മുന്നത്തെ റോഡ്സിലൊക്കെ നിങ്ങൾ ഒരു ക്വാളിറ്റി ഇല്ലാതെ നിർമ്മിച്ചിരിക്കുന്നതെന്നല്ല. ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നിരീക്ഷിക്കുന്ന ടെസ്റ്റ് ബെഡ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 100% പ്രകടനവും പരിധിയില്ലാത്ത പ്രോഡക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നു. ഇവരുടെ പ്രോഡക്റ്റിനെ തണുത്ത അവസ്ഥയിലും ചൂടുള്ള അവസ്ഥയിലും ടെസ്റ്റ് ചെയ്യുന്നു. അതായത് പുള്ളി പറഞ്ഞു എന്നതും പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യം, അതായത് ഡിഫറെന്റ് ടെറയിലും ഡിഫറെന്റ് ക്ലൈമറ്റിൽ ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കാമെന്നുള്ളതാണ്. എന്നും പറഞ്ഞ ആരും ഓഫ് റോഡൊന്നും കൊണ്ടുപോയേക്കല്ലേ, ഇതൊരു ക്രൂയിസർ ബൈക്കാണ്, അത് മനസ്സിലാക്കി വേണം ഓടിക്കാൻ. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇനി വരുന്ന പ്രോഡക്റ്റ് ഇവരുടെ ഫെയിൽ ആവില്ല എന്ന് പുള്ളിയുടെ അഷുറൻസ് പുള്ളി നൽകിയിട്ടുണ്ട്. ഇവരുടെ പ്രോഡക്റ്റുകൾ ഫെയിൽ ആവില്ല എന്ന് പുള്ളി ഉറപ്പ് നമുക്ക് നൽകുകയാണ്. അവയിലും വരുന്ന കാലങ്ങളിൽ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന വാക്കാണ്, വാക്ക് എപ്പോ വേണമെങ്കിലും മാറാം. അതുകൊണ്ട് തന്നെ എനിക്ക് വാക്കിൽ പ്രവൃത്തിയിലാണ് വിശ്വാസം. പുള്ളി പറയുന്ന ഈ മോട്ടോർ സൈക്കിളിൽ നല്ല പെർഫോമൻസ് ലഭിക്കുമെന്ന്. പെർഫോമൻസിന്റെ കേസൊക്കെ വണ്ടി ഓടിച്ചു നോക്കാതൊന്നും പറയാൻ സാധിക്കും. ഈ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ ഞങ്ങളുടെ മോട്ടോർ സൈക്കിളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കും. അതായത് മോട്ടോർ സൈക്കിളിലെ പ്രൊഡക്ഷൻ സമയത്ത് കൺവെയർ ബെൽറ്റ് കംപ്ലൈന്റുകൾ ഉണ്ടാവാതിരിക്കാനും അത് റെക്ടിഫൈ ചെയ്യാനുള്ള സംവിധാനം അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബിരിയാണി മാത്രം ഉണ്ടാക്കുന്ന ഒരു റെസ്റ്റോറന്റ് അവിടുത്തെ പാത്രങ്ങൾ കഴുകാനായിട്ട് വിമ്മിന് പകരം അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു വാക്യൂം പൗഡർ യൂസ് ചെയ്യുക. കസ്റ്റമറെ ബോധ്യപ്പെടുത്തുക, കസ്റ്റമർ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് പൗഡർ ഇട്ട് കഴുകിയാലും നല്ല ബിരിയാണി കസ്റ്റമർക്ക് ലഭിക്കും. അതാണ് വേണ്ടത്. ഒരു പ്ലാന്റിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു കസ്റ്റമറെ ധരിപ്പിക്കേണ്ട കാര്യമില്ല. അതും ഒരു മോട്ടോർ സൈക്കിൾ ഇവന് പറയേണ്ട കാര്യമില്ല. പുള്ളി പറയുന്നത് ഇനി അഥവാ മിസ്റ്റേക്ക് വന്നാൽ തന്നെ കൺവെയർ മുമ്പോട്ട് പോകില്ല, കൺവെയർ അവിടെ വെച്ച് നിൽക്കും. അത് റെക്ടിഫൈ ചെയ്ത് പരിഹരിച്ചതിന് ശേഷം പിന്നെ മുമ്പോട്ട് സഞ്ചരിക്കും. ഇത് പുള്ളി നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്നും കൂടി പറയുന്നു. പുള്ളി പറയുന്ന കാര്യം സത്യമാണെന്നുള്ളത് നമുക്ക് കണ്ണു അടച്ച് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുകയില്ല. അല്ല, അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു ചിത്രമെങ്കിലും കാണിക്കാമായിരുന്നു ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ എന്ത് പണ്ടാരം ഇംപ്ലിമെന്റ് ചെയ്താലും വാങ്ങുന്ന കസ്റ്റമേഴ്സിന് നല്ല മോട്ടോർ സൈക്കിൾ കിട്ടിയാൽ മതി. നിങ്ങൾ ഒറ്റയാളെ വിശ്വസിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സിന് പ്രശ്നങ്ങളില്ലാത്ത വാഹനം നൽകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ചുരുക്കി പറഞ്ഞ കംപ്ലൈന്റ് ഇല്ലാത്ത വാഹനങ്ങൾ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാർട്സുകൾ അസംബിൾ ചെയ്യുന്ന ലൈനുകൾ, AI അഥവാ
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് വർക്ക് ചെയ്യുന്നവയാണ്. ഒരു മോട്ടോർ സൈക്കിളിന്റെ ലോഞ്ചിങ് ഇവന്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു മോട്ടോർ സൈക്കിളിന്റെ ലോഞ്ചിങ് ഇവന്റിൽ പ്ലാന്റിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളൊന്നും പറയേണ്ട യാതൊരു ആവശ്യവും. ഏതാണ്ട് അമ്പലത്തിലെ പള്ളികളിലെയും കണക്കവതരണം പോലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ലോഞ്ചിങ് ഇവന്റ് കാണിക്കുന്ന കസ്റ്റമറെ അറിയിക്കുകയും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. എസ്റ്റിയുടെ പുതുതായി ലോഞ്ച് ചെയ്ത റോഡ്സ്റ്ററിനെ പറ്റി കൂടുതലൊന്നും ഞാൻ വാചാലനാകുന്നില്ല. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ബാക്ക് സീറ്റ് സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും സാധിച്ചു. ഒരിക്കൽ പറഞ്ഞ എസ്റ്റി ഉദ്ദേശിക്കുന്നത് കല്യാണം കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഭാര്യ ഉള്ളപ്പോൾ മാത്രം ബാക്ക് സീറ്റ് പിടിപ്പിച്ചാൽ മതി, അല്ലാത്തപ്പോൾ ബാക്ക് സീറ്റ് ഭാര്യയുടെ കസ്റ്റഡിയിൽ വെക്കാവുന്നതുമാണ്. മറ്റു കൂടുതൽ കാര്യങ്ങൾ ഈ മോട്ടോർ സൈക്കിളിൽ ടെസ്റ്റ് ഡ്രൈവ് കിട്ടുകയാണെങ്കിൽ ഞാൻ സംസാരിക്കാം. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്നും പറയാനായിട്ടില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്കും ഷെയറും ചെയ്യും. പിന്നെ സ്കഡ് മീഡിയ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തേക്കണേ.